ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിലെ 7ാമത്തെ റൂളാണ്. ഈ സെക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യുമ്പോൾ ഇത്തോളത്തെ തൊഴിൽ വാർത്തയിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച സെക്ഷനിൽ നിന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ മനസ്സിലാക്കി ആ ടോപ്പിക്കിൽ നമുക്ക് ഒരു ക്ലാസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 7ാമത്തെ റൂൾ പഠിക്കാൻ പോവുകയാണ്. If two subjects are joined by, as well as, along with, together with, besides, including, in addition to, accompanied by, unlike, rather than, and not, except, the verb will be according to the first subject. അതായത് രണ്ട് സബ്ജക്ട്സ് ജോയിൻ ചെയ്യാൻ ആൻഡ് നോട്ടോ ആസ് വെൽ ആസോ വിത്ത് എലോങ് വിത്ത് ടുഗദർ വിത്ത് besides, including, in addition to, accompanied by, unlike, rather than, except എന്നിവ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെർബ് ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആദ്യം ആ സെൻറ്റൻസിലെ ആദ്യ സബ്ജക്ട്സ് ഏതാണ് എന്ന് നോക്കിയായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ആസ്, വിത്ത്, അങ്ങനെയുള്ള, ടു, ബൈ, ഇവയൊക്കെ, ദാൻ, ഇവയെല്ലാം പ്രപ്പോസിഷൻസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനും മെമ്മറി ചെയ്യാനും പറ്റും. പക്ഷേ അതല്ലാതെ വരുന്ന വാക്കുകൾ ഉണ്ട്, അത് നിങ്ങൾ മനഃപ്പാഠം പഠിക്കുക. അതായത് ബിസൈഡ്സ്, ഇൻക്ലൂഡിങ്, അൺലൈക്ക്, എക്സെപ്റ്റ്, ഈ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ബിസൈഡ്സ്, ഇൻക്ലൂഡിങ്, എക്സെപ്റ്റ്, അൺലൈക്ക് എന്നിവ സെൻറ്റൻസിൽ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കണം നമ്മുടെ നോക്കി വേണം നമ്മൾ വെർബ് ആൻസർ ചെയ്യാൻ. ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് കുറച്ച് മനസ്സിലാക്കാം. അതിനുശേഷം ഈ പറയുന്ന പോലെ തൊഴിൽ വാർത്തയിൽ കണ്ട ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. മനസ്സിലാകാത്തുള്ളവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ദ ടെലിവിഷൻ എലോങ് വിത്ത് ദ റേഡിയോ ഈസ് ഓർ ആർ ഫോർ സെയിൽ. ഇവിടെ എലോങ് വിത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റായിട്ടുള്ള ദ ടെലിവിഷൻ ആണ് നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ്. അതുകൊണ്ട് അത് പ്രകാരം സിംഗുലറായിട്ടുള്ള ഈസാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ആൻഡ് ചേർത്ത് വരുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് കാര്യം, ദ ടെലിവിഷൻ ആൻഡ് ദ റേഡിയോ ഈസ് ഓർ ആർ ഫോർ സെയിൽ. ഇത് ആൻഡ് ചേർത്തുള്ള പ്രയോഗം, അത് നമ്മൾ പഠിച്ചു. അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത്, ദ സെയിലേഴ്സ് ടുഗദർ വിത്ത് ദ ക്യാപ്റ്റൻ വാസ് ഓർ വെയർ ഡ്രൗണ്ട്. ഇവിടെ ടുഗദർ വിത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദ സെയിലേഴ്സ് ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്, അതിന് മുമ്പ് വന്ന ആദ്യ സബ്ജക്റ്റ്. അതുപ്രകാരം ഇവിടെ നമുക്ക് വാസാണ് സബ്ജക്റ്റ്, പ്ലൂറലാണ്. അതുകൊണ്ട് വെർബ് പ്ലൂറൽ, വെയർ ആണ് ആൻസർ. ദ ഡെക്കറേഷൻ ഓഫ് ദ റൂം ഇൻക്ലൂഡിങ് ദ ഫർണിച്ചർ ഈസ് ഓർ ആർ വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മൾ ഇൻക്ലൂഡിങ് എന്ന് പറയുന്ന വാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചു, പ്രപ്പോസിഷന് മുമ്പ് വരുന്ന സബ്ജക്റ്റ്. അതുകൊണ്ട് ഇവിടെ ദ ഡെക്കറേഷൻ ആണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. ആൻസർ ഈസ് ആണ്. ഹൃത്തിക് എലോങ് വിത്ത് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആർ വിസിറ്റിംഗ് ദ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം ഡേ ആഫ്റ്റർ ടുമാറോ. ഇവിടെ എലോങ് വിത്താണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആൻഡ് ഫ്രണ്ട്സ് ആർ വിസിറ്റിംഗ് ദ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം അല്ല നമ്മൾ നോക്കേണ്ടത്. അതുക്ക് മുമ്പ് വന്ന എലോങ് വിത്ത് ഉണ്ട്. ആ എലോങ് വിത്തിന് മുമ്പുള്ള സബ്ജക്റ്റായിട്ടുള്ള ഹൃത്തിക് ആണ് ഇവിടെ മെയിൻ സബ്ജക്റ്റ്. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് സിംഗുലർ സബ്ജക്റ്റായിട്ടുള്ള ആയിരിക്കണം. സിൽവർ ആസ് വെൽ ആസ് ഗോൾഡ് ഈസ് കൺസിഡേർഡ് ആസ് പ്രഷ്യസ് മെറ്റൽ. ഇവിടെ ആസ് വെൽ ആസ് പ്രയോഗം അവിടെ വന്നിരിക്കുന്നത്. അത് നമ്മൾ അതുക്ക് മുമ്പ് വന്ന സബ്ജക്റ്റ് സിൽവറാണ്. സിൽവർ സിംഗുലറാണ്. ഹീ ആൻഡ് നോട്ട് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് പ്രസൻറ്റ് ദെയർ. ഇവിടെ സബ്ജക്റ്റ് വെർബ് വരേണ്ടത് ഏതാണ്, അത് വാസാണ് വേറാണ് എന്നോ നിങ്ങൾ ആൻസർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വേറൊരു എക്സാമ്പിളൂടെ തരാം, അതും നിങ്ങൾ ആൻസർ ചെയ്യുക. ദ പ്രസിഡൻറ്റ് ആസ് വെൽ ആസ് ദ മെമ്പേഴ്സ് ഡാഷ് കം ഹാസ് ഓർ ഹാവ്. ഇതിലേതാണ് എന്നുള്ള ആൻസർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. മനസ്സിലാകാത്ത
വീഡിയോസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. പരീക്ഷയുടെ ഇനി 10th ലെവൽ എക്സാം വരികയാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനകത്ത് ആൻസർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, താങ്ക് യു എവരിബഡി.